അമേരിക്കയും ഇസ്രായേലും നിരന്തരം വ്യോമാക്രമണം നടത്തിയിട്ടും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിച്ചത് ഏകദേശം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു. നിലവിലും അതിശക്തമായി തന്നെ ഇറാൻ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് അമേരിക്ക വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം മറ്റൊന്നുമല്ല, ആയുധശേഖരത്തിലെ കുറവാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കൻ ആയുധപ്പുരകളിൽ ശേഷിക്കുന്നത് വളരെ കുറച്ച് മിസൈലുകളും വ്യോമ പ്രതിരോധ സാമഗ്രികളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരായി US ഇസ്രായേൽ സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഭാഗമായി ഒരു മാസത്തിനിടെ കുറഞ്ഞത് 850 ടോമാഹോക്ക് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ് കണക്ക്. മുൻപൊരു സംഘർഷത്തിലും അമേരിക്ക ഇത്രയേറെ ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ വിലയിരുത്തൽ. ഇനി അമേരിക്കയുടെ പക്കൽ ഏകദേശം 3000 ടോമാഹോക്ക് മിസൈലുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ സ്റ്റോക്കും പെട്ടെന്ന് തന്നെ തീർന്നേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയുടെ ആയുധപ്പുരയിലെ ഏറ്റവും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് ടോമാഹോക്ക്. ഏകദേശം 2400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇവയെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വരെ നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ തൊടുത്തുവിട്ട ശേഷവും ലക്ഷ്യം മാറ്റാനും കഴിയും. എന്നാൽ ശത്രുവിന്റെ മണ്ണിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾക്ക് സഹായിക്കുന്ന ടോമഹോക്ക് മിസൈലുകളുടെ നിർമ്മാണ ചെലവ് വളരെ അധികമാണ്. ഒരു മിസൈലിന് ഏകദേശം 30 കോടി രൂപയാണ് ചെലവ് വരുന്നത്. നിലവിലെ യുദ്ധത്തിൽ ഇത്രയധികം ടോമഹോക്കുകൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ നെഞ്ചിരിപ്പേറ്റുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം പശ്ചിമേഷ്യയിൽ മാത്രമായി കൂടുതൽ മിസൈലുകൾ പ്രയോഗിക്കുന്നത് പടിഞ്ഞാറൻ പസഫിക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കും. ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ മാത്രമേ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ഉൽപ്പാദന നിരക്ക് പ്രതിവർഷം 150 ഉയരുകയുള്ളൂ. അതായത് നിലവിൽ പ്രതിവർഷം 150 ടോമഹോക്ക് മിസൈലുകൾ പോലും നിർമ്മിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഇരിക്കെയാണ് ഇറാനെതിരെ ഇത്രയധികം പ്രയോഗിച്ചത്, അതും വെറും ഒരു മാസത്തിനിടെ. 2025 അമേരിക്കയുടെ പ്രതിരോധ ബജറ്റിൽ ഉൾപ്പെട്ടിരുന്നത് 57 ടോമഹോക്കുകൾ മാത്രമായിരുന്നു എന്നതും ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 850 ടോമഹോക്കുകൾ പ്രയോഗിച്ചിട്ട് പോലും ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് ആയിട്ടില്ല എന്നതാണ്. ഏപ്രിൽ 1 വൈകുന്നേരം വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇറാന്റെ മിസൈൽ ശേഷിയെ ദുർബലമാക്കാൻ സാധിച്ചു എന്നൊക്കെയായിരുന്നു. എന്നാൽ ആ പ്രസംഗത്തിന് തൊട്ടു മുൻപായിരുന്നു ഇറാനും ഹിസ്ബുള്ളയും കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. പ്രസംഗം നടക്കുമ്പോഴും UAEയിൽ അപായ സാരനുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പ്രസംഗം പൂർത്തിയായതിനു പിന്നാലെയും ഇറാൻ ഇസ്രായേലിനെതിരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. 1200 ബാലിസ്റ്റിക് മിസൈലുകളും 4000 അടിസ്ഥാന ഷാഹിദ് ക്രൂയിസ് മിസൈലുകളും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. അതേസമയം ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ യുദ്ധോപകരണങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് US പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. എന്നാൽ ആവശ്യപ്പെടുന്നതിലും കുറഞ്ഞ എണ്ണം മിസൈലുകൾ മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ എന്നതാണ് വസ്തുത. ഇറാനുമായുള്ള അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം കാരണം അമേരിക്ക ജപ്പാന് വാഗ്ദാനം ചെയ്തിരുന്ന ടോമഹോക്ക് മിസൈലുകളുടെ കൈമാറ്റം വൈകുമെന്നും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 2028 മാർച്ചോടെ ഏകദേശം 400 മിസൈലുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു കരാർ. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അതിനെല്ലാം ബാധിച്ചിരിക്കുകയാണ്.